വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിദ്യാരംഭത്തിന് തിരുവനന്തപുരത്തെ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലും വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലും അടക്കം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവിധ രംഗങ്ങളിലെ പ്രമുഖരാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നത്. ഓം ഹരിശ്രീ ഗണപതയെ നമ. അറിവിന്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷര വെളിച്ചത്തിലേക്ക് ചുവടുവച്ചത്. പുലർച്ചെ 5:30 മുതലായിരുന്നു തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ വിദ്യാരംഭം. ചാണ്ടിയുമ്മൻ MLA ഉൾപ്പെടെയുള്ളവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി. നിരവധി പേരാണ് സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് വിദ്യാരംഭത്തിനായി എത്തിയത്. എനിക്ക് ഇവിടെ വന്ന് എഴുതിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കത് ഏതാണ്ട് കുറേ നാൾ അവൾ ജനിക്കും മുമ്പേ ഞങ്ങൾ വിചാരിച്ച കാര്യമാണ് ഇവിടെ വന്ന് എഴുതിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്ത് ആ ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റും. 51 അക്ഷരദേവതാ ക്ഷേത്രമായ വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലും ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുരുന്നുകൾ എത്തി. ISRO മുൻ ചെയർമാൻ G. മാധവൻ നായർ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുടങ്ങിയവരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചത്. ഇത് ഒരു വലിയ ദിവ്യ മുഹൂർത്തമാണ്. നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. ഇവിടെ അക്ഷര അഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയുടെ വികാസത്തിൻ്റെ മേഖലയിലോട്ട് കയറുന്നത് ഇത് വലിയ ഒരു തുടക്കമാണ്. കുരുന്നുകൾ കരച്ചിലും പിടിവാശിയും പുഞ്ചിരിയും ഒക്കെയായാണ് ആദ്യാക്ഷരം കുറിച്ചത്. വിജയദശമി ദിനത്തോടെ നവരാത്രി മഹോത്സവ ആഘോഷങ്ങൾക്ക് സമാപനമാകുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.